ഹായ് ഹലോ. വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. അപ്പോൾ ഇന്ന് ചേർത്തല വരെ ഒരു പ്രോഗ്രാമിനായിട്ട് പോയതാണ്. രാവിലെ പോയതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പായി. അങ്ങനെ അവിടുത്തെ തിരക്കേടില്ലാത്തൊരു ഹോട്ടൽ തപ്പി നേരെ അങ്ങോട്ട് വിട്ടു. ഞങ്ങൾ ഈ സ്പോട്ടിലെത്തിയപ്പം ഏകദേശം ഒരു 11 മണി സമയമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സൈഡ് കറികളും സ്പെഷ്യൽ ഐറ്റംസും ഒക്കെ റെഡി ആവണതേ ഉള്ളൂ. ഒരു അരമണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാൻ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാനുള്ള സമയവും ക്ഷമയും ഇല്ലാത്തതുകൊണ്ട് തന്നെ റെഡിയായ കറികൾ മാത്രം മതി, എടുത്തോളാൻ പറഞ്ഞു. ഫിഷ് ഐറ്റംസ് ആണ് ഈ ഹോട്ടലിലെ സ്പെഷ്യൽ. ഞങ്ങൾ ചെന്ന ടൈമിൽ 3 ഐറ്റംസ് റെഡിയായിരുന്നു. അത് 3ഉം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു 2 ഐറ്റംസ് കൂടി ഹോട്ടലിലുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. മീൻ വിഭവങ്ങൾ കഴിക്കാൻ നമ്മൾ ഏത് ഹോട്ടലിൽ കയറിയാലും അത് ഫ്രഷ് ആണെങ്കിൽ നമുക്ക് വറുത്തായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ചില ഹോട്ടലുകളിൽ കയറി ഫിഷ് ഐറ്റംസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഫ്രഷും ആയിരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഒട്ടും ടേസ്റ്റും ഉണ്ടാകത്തില്ല. പക്ഷേ അതിന് നല്ല റേറ്റും ആയിരിക്കും. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത 3 ഐറ്റംസും നല്ല ഫ്രഷും ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഒഴിച്ചുകൂട്ടാൻ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, അവിയലുണ്ട്. പക്ഷേ ഇതൊന്നും ആയിട്ടില്ല. ആയത് മീൻകറി മാത്രമേ ഉള്ളൂ, അത് തരാമെന്ന് പറഞ്ഞു. ഈ മീൻകറിക്ക് ചാറ് മാത്രമല്ല, ഇതിനോടൊപ്പം മീനും ഉണ്ട്. പക്ഷേ നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് 3ഉം മീനായതുകൊണ്ട് തന്നെ ചാറൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ ചോറ് നല്ല ചൂടായിരുന്നു, അതുപോലെ തന്നെ ഈ ഒഴിച്ച കറിക്കും നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമായിട്ട് വന്നില്ല. ഇവിടുന്ന് കഴിച്ച ആ 3 സ്പെഷ്യൽ ഐറ്റംസിൽ ഒന്ന് നെയ്മീൻ നല്ല ഫ്രഷുമായിരുന്നു. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകളിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളൊരു ഐറ്റമാണ് ശരിക്കും ഈ നെയ്മീൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. രണ്ടാമത്തത് ആ സിലോപ്പിയം അടിപൊളിയായിരുന്നു. പക്ഷേ മൂന്നാമത്തെ ആ കാളാഞ്ചി ഫ്രൈ അതങ്ങോട്ട് ശരിയായില്ലെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, മീനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ സ്മെല്ലുണ്ടായിരുന്നു. സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായലിൽ നിന്ന് കിട്ടുന്ന മീനുകൾ കഴിക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി കരിമീനൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർക്കറിയാം, അതിനൊരു ചെറിയ സ്മെല്ലുണ്ടാവും. അതുപോലൊരു ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ല് ആ കാളാഞ്ചി ഫ്രൈക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കതങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ചേർത്തലയിൽ നിന്നും ബീച്ച് റോഡിലേക്ക് പോകുമ്പം ലെവൽ ക്രോസിന് തൊട്ട് മുമ്പായിട്ട് മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിൽ നിന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞിരുന്നുണ്ടാവും. അതോടൊപ്പം മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പോകാൻ നേരം നമ്മുടെ മീശക്കാരൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ധൃതിയില്ലെങ്കിൽ കിച്ചണിലേക്ക് വരാമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പുളിശ്ശേരിയുടെ റെസിപ്പി പറഞ്ഞുതരാം, പക്ഷെ ആരോടും പോയി പറയരുത്. ഞാൻ ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എങ്കിൽ പോര്. അപ്പോൾ ഇതാണ് നമ്മുടെ മീശക്കാരൻ ദിലീപേട്ടൻ. പുള്ളിയുടെ പേരിലാണ് ഈ ഹോട്ടൽ അറിയപ്പെടുന്നത്. വർഷങ്ങളായിട്ട് ഈ ഹോട്ടൽ ഇവിടെ ഉണ്ട്. മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തല എല്ലാ ആൾക്കാർക്കും ഞങ്ങളവിടെ മോരിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. സമയമില്ലാതെ പറഞ്ഞെങ്കിൽ ഇറങ്ങിയത്. പച്ചക്കുന്ന പൈനാപ്പിൾ തന്നെയല്ലേ? പഴം. മോര് കാട്ടിലെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചില്ല. എന്തൊക്കെ ചേർക്കണമെന്ന് നിങ്ങൾ അറിയില്ല. ഞാനൊരു പാചകക്കാരന് കയറുന്നു, അവന് പറഞ്ഞു തന്ന് ഞാൻ ചെയ്തു. പാചകം ചെയ്ത് നോക്കുമെന്ന് ഞാനിത് കണ്ടുപിടിച്ചപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടു. സീക്രട്ട് കണ്ടുപിടിച്ചപ്പോൾ ചൂടായി. പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ പണിക്കാരെ ഞാൻ കാണിച്ചു കൊടുത്തിട്ട്
തേങ്ങ അരച്ചു അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ മറ്റ് 2 സ്പെഷ്യൽ ഐറ്റംസ്. ഒന്ന് വരാല് കറി, 2 തലക്കറി. ഈ 2 ഐറ്റംസും ശരിയാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടിയില്ല. ഇത് കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ചേട്ടൻ ആ തൈര് അതിലേക്ക് ഒഴിച്ചത് എനിക്കിത് കാണാൻ പറ്റിയില്ല. ചേട്ടൻ അതിലേക്ക് തൈര് ഒഴിച്ചതിന് ശേഷം ഒരു തവി പഞ്ചസാരയും കൂടി അതിലേക്ക് ആഡ് ചെയ്തു. ശരിക്കും പഞ്ചസാര ആഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കത് ടേസ്റ്റ് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ആ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് വന്നത്. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം അത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു.